के साथ आने के लिए प्रभु ने मुझे अवसर दिया, इसलिए मैं प्रभु का स्तुति करता हूँ। എന്നെ ക്ഷണിച്ച ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും എൻ്റെ ക്രിസ്തീയ വന്ദനം ദൈവനാമത്തിൽ അറിയിക്കുന്നു. मुझे इस मीटिंग में आमंत्रित किया हुआ हर एक प्रभु के दासों को और मेरी आवाज सुनने वाले हर एक प्रिय लोगों को यीशु मसीह के नाम से जय मसीह की कहता हूँ। ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നാം ദൈവവചനം ചിന്തയ്ക്കായി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനിടയാകട്ടെ. और प्रभु हमारी सहायता करने पाए आगे के समय, कुछ समय प्रभु के वचन के साथ हम प्रभु की उपस्थिति में समय को बिताएंगे। വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ദൈവനാമത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധകളെ കൊണ്ടുവരാം. प्रभु के वचन में से एक वचन को हम पढ़ेंगे, डैनियल की पुस्तक, उसके 5 अध्याय, उसके 5 आयत की ओर अपने ध्यान को हम लेकर आएंगे। പ്രൈസലോ. അത് ഞാൻ മലയാളത്തിൽ വായിക്കുവാൻ ഇടയാകുന്നു. ഒരാൾ ഹിന്ദിയിൽ അതിനെ വായിപ്പാൻ ഇടയാകണം. പ്രൈസലോ. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിനു നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. പ്രൈസലോ. उसी घड़ी मनुष्य के हाथ किसी कई उंगलियां निकलकर दीवट के सामने राज मंदिर के दीवार के चूने पर कुछ लिखने लगा, और हाथ को जो भाग लिख रहा था वो राजा को दिखाई पड़ा। ഇവിടെ ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു മനുഷ്യന്റെ കൈവിരലുകളെ കുറിച്ച് ഒരു ഹല്ലേലൂയ ഇറങ്ങി എഴുതിയ ഒരു എഴുത്ത് ഹല്ലേലൂയ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. यहाँ पर हम प्रभु के वचन में इस प्रकार से हम पढ़ पाते हैं और समझ पाते हैं कि एक मनुष्य की उंगलियों सी ऐसी कई उंगलियां, आमीन, राजा के उस दीवार पर कुछ बातों को लिखती हुई हमें दिखाई देता है। ഇത് രാജാവായിരിക്കുന്ന ബെൽഷസ്സർ തൻ്റെ ബെഡ്റൂമിനകത്ത് ഇരിക്കുമ്പോൾ തൻ്റെ മുൻപിലുള്ള അല്ലിയ ആ ഭിത്തിമേൽ എഴുതിയ ആ എഴുത്താണ് അദ്ദേഹം കാണുവാനിടയാകുന്നത്. ये हम जानते हैं कि राजा बेलशस्सर अपने कमरे पर जब बैठे हुए थे तब उसकी दीवार पर लिखी हुई बातों को यहाँ पर हम देख पाते हैं। ഈ വാക്യത്തിലൂടെ ചില കാര്യങ്ങൾ, ചില പദങ്ങൾ നമുക്ക് വളരെ ചിന്തിക്കുവാൻ കഴിയട്ടെ. ഒന്ന്, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഈ 5-ാം വാക്യത്തിൽ തന്നെ ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പോലെ ഹല്ലേലൂയ ഒന്ന് ഇറങ്ങിയതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. इस आयत से कई बातों को हमें एक साथ मनन करने के लिए प्रभु हमारी सहायता करे। पहली बात हम देखते हैं कि वहां पर लिखा हुआ है कि मनुष्य के हाथों से कई उंगलियां निकलकर वहां पर दिखाई दिया। 2, ആ ബെൽഷസ്സറിന്റെ മുറിയിൽ വചനം ഇങ്ങനെ വായിക്കുന്നു, വിളക്കിന് നേരെയുള്ള വെള്ളച്ചുവരിൽ വിളക്ക്. അപ്പോ അവിടെ ആ മുറിയിൽ ഒരു വിളക്കുണ്ടായതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. दूसरी बात हमें ये वचन में इस प्रकार पढ़ने में मिलता है कि दूसरा है दीवट के सामने राज मंदिर के दीवार के चूने पर कुछ लिखा गया। तो दूसरी बात वचन कहता है कि उस कमरे के अंदर एक दीवट रखा हुआ था। നമുക്ക് ഇവിടെ എന്താണ് എഴുതിയത്, ആ എഴുത്തിന്റെ അർത്ഥം എന്താണ് എന്നൊക്കെ നമുക്ക് സുപരിചിതമായ വേദഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. यहाँ इन वचन में हम ये बात को जानते हैं अच्छे से कि उस दीवार पर क्या लिखा था, उसका अर्थ क्या था, ये सब हम अच्छे रीति से जानने वाले लोग हैं। എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുന്നത്, നമ്മൾ വചനത്തിലൂടെ ധ്യാനിക്കുന്നത് ബെൽഷസ്സർ കണ്ട ദർശനത്തിൽ അവിടെ വചനത്തിൽ പറയുന്ന ആ വിളക്കിനെ കുറിച്ചാണ് ദൈവസന്നിധി നമ്മൾ ധ്യാനിപ്പാൻ താല്പര്യപ്പെടുന്നത്. लेकिन मैं आज आमीन आपके बीच में जो वचन मनन कराना और वचन मनन करने के लिए हमारा इच्छा यह है कि बेलशस्सर ने उस
आमीन दृश्य में क्या क्या देखा है उसके बारे में हम थोड़ा समय वचन से देखेंगे। അവിടെ ആ വിളക്കിനൊരു പ്രത്യേകതയുണ്ട്. और यहाँ पर उसके कमरे में पाए जाने वाले दीवट के अंदर एक विशेषता है। ആ വിളക്കിനെ കുറിച്ചുള്ള ചിന്തയാണ് നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിൽ നാം സമയമെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. और वो दीवट के विषय पर कुछ बातों को हम सोचने के लिए और मनन करने के लिए आज के इस वचन के मनन के समय में हम समय निकालेंगे। ഒരു മനുഷ്യന്റെ കൈ പോലെ ഒരു കൈവിരല് പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ വായിക്കുമ്പോൾ, വചനം പഠിക്കുമ്പോൾ നമുക്ക് ഇത് യഹോവയുടെ കൈയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവയുടെ കൈ. पहले बात हमने देखा कि मनुष्य की थी कई उंगलियों के विषय में यहाँ पर जो दिखाई देता है वहां पर लिखा है कि वो परमेश्वर का हाथ के समान रहा। ഈ വിളക്കിന് ഒരു ചരിത്രമുണ്ട്. यहाँ पर पाए जाने वाले ये दीवट के कई इतिहास को हम देख सकते हैं। ഇത് ദേവാലയത്തിനകത്ത് കത്തി ശോഭിക്കപ്പെട്ട ഒരു വിളക്കായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പഠിക്കുവാൻ കഴിയുന്നു. इतिहास को हम जब पढ़ेंगे तो ये बात को हम समझ पाएंगे कि ये परमेश्वर की आराधनालय में जलकर अनेक लोगों को प्रकाश देने वाला एक दीवट था। ये जो राजा के कमरे में देखे जा रहे हैं। ഒരു വിളക്കിന് അതിൻ്റെതായ മഹത്വം എന്ന് പറയുന്നത് അത് കത്തി അതിൻ്റെ പ്രകാശം ഹല്ലേലൂയ പുറത്തേക്ക് അതേ വെളിച്ചമായി വെളിപ്പെടുമ്പോഴാണ് ആ വിളക്കിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. एक दीवट का महत्व तभी हमें समझ पाएंगे जब वो अच्छे रीति से जलकर उसमें से जो रोशनी है वो यहाँ वहां जब दो लोगों को प्रदान करती हैं। ഈ വിളക്കിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് യെരുശലേം ദേവാലയത്തിനകത്ത് നിരന്തരമായി കത്തിക്കൊണ്ടിരുന്ന വിളക്കായിരുന്നു. इस दीवट के विषय में जब हम बात करते हैं तो यरूशलेम के उस आराधनालय के भीतर परमेश्वर की उपस्थिति में जलकर अनेकों को प्रकाश देने वाला एक दीवट रहा है। അപ്പൊ യെരുശലേം ദേവാലയത്തിൻ്റെതായ നിലവിളക്കിന്റെ പ്രത്യേകത ഒരിക്കലും കെടാതെ വണ്ണം നിരന്തരമായി കത്തുന്ന വിളക്കായിരുന്നു. यरूशलेम के आराधनालय के अंदर के दीवट के इस महत्व इस प्रकार से है कि कभी भी ना बुझने वाला, हमेशा निरंतर जलते रहने वाला एक दीवट के समान ये दीवट रहा है। അപ്പൊ ദേവാലയത്തിന്റെ വിളക്കിന്റെ പ്രത്യേകത അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. आराधनालय के अंदर जो दीवट है उसकी विशेषता ये रहती है कि वो निरंतर अपने अंदर से जलते रहना है। എന്നാൽ ദാനിയേൽ പ്രവചനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ കാണുന്നത് ഈ നിലവിളക്ക് കത്താതെ വണ്ണം ബേത്ശേബയുടെ മുറിയിൽ അത് കിടക്കുകയാണ്, കത്താതെ കിടക്കുകയാണ്. लेकिन दानियल इस नबी की पुस्तक 5 अध्याय के 5 वचन में हम ये जो दीवट जो राजा के कमरे में देख रहे हैं, ये दीवट जो है अब बिना जले ऐसी ही उसके कमरे में पड़ा हुआ है। കത്തുവാൻ ഹല്ലേലൂയ ഉള്ളതായ വിളക്കുകൾ രാജാക്കന്മാരുടെ മുൻപിൽ കെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. जो दीवट हमेशा जलते रहना चाहिए था वो अब राजाओं के सामने बिना जले ऐसी अवस्था में पड़े हुए ये दृश्य को हम यहाँ पर देख रहे हैं। അപ്പോൾ ഇതിനെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ കെട്ടുപോയതിനെ വീണ്ടും കത്തുവാൻ തക്കവണ്ണം അതിനെ വെളിയിൽ കൊണ്ടുവരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. और इन चीजों को जब परमेश्वर इस बातों को बताता है तो परमेश्वर के अंदर की इच्छा यह है कि जो जलने से रह गया है, जो जलने से आमीन परे रहते हैं, उन्हें फिर से आमीन अपने जीवन में उस जलन की अवस्था में आमीन ले आने के लिए परमेश्वर उनके जीवन से इच्छा करता है। ജനം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവജനമാകുന്ന ദൈവത്തിന്റെ ജനം ദൈവത്തോട് അരിഷ്ടത പ്രവർത്തിച്ചപ്പോഴാണ് അവ ശത്രു സൈന്യം ആലയത്തിൽ കയറുവാനിടയായത്.
हमें जब परमेश्वर की उपस्थिति में परमेश्वर की प्रजा जो है परमेश्वर के सामने जो घृणित कार्यों को किया, तब परमेश्वर ने उन्हें शत्रुओं के हाथों में सौंप दिया और वे लोग उनकी आराधनालय को कब्जा किया है। നമ്മുടെ ജീവിതത്തിൻ്റെതായ കുറവുകളിലാണ് പിശാച് നമ്മിൽ പ്രവർത്തിപ്പാനുള്ള വഴികൾ വർദ്ധിച്ചുകൊണ്ട് അവന് ഡോറുകൾ പലപ്പോഴും നമ്മൾ തുറന്നു കൊടുക്കുന്നത് നമ്മുടെ വീഴ്ചകളാണ്. हमारे जीवन की कमियां, हमारे जीवन के अंदर की गलतियों के कारण कई बार हम शैतान को हमारे द्वार को खोल कर दे देते हैं, ताकि वे हमारे जीवन में प्रवेश करके हमें ऐसी अवस्था में ले चले। ഞാൻ ഈ വിളക്കിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. मैं इस दीवट के ही विषय में आपसे बता रहा हूं। 2 രാജാക്കന്മാരുടെ പുസ്തകം 24 അധ്യായത്തിന്റെ 9 മുതൽ നാം വായിക്കുമ്പോൾ दूसरा राजाओं का पुस्तक 24वें अध्याय उसके 9 वचन से जब हम पढ़ते हैं, ഈ വിളക്ക് യെരുശലേമിൽ ഉള്ളതായ വിളക്കായിരുന്നു എന്നും ये जो दीवट है वो यरूशलेम के अंदर पाए जाने वाला दीवट है। इस तरह से ജനം ദൈവത്തോട് അരിഷ്ടത പ്രവർത്തിച്ചപ്പോൾ ബാബേൽ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ ആളെ അയച്ച് യെരുശലേമിലേക്ക് വന്ന് ആലയത്തിനകത്തെ സകല ഉപകരണങ്ങളും നിക്ഷേപങ്ങളും യെരുശലേമിലുള്ള ദൈവജനത്തെയും പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് കൊണ്ടുപോയതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. और इस राजाओं की पुस्तक में बात को हम पढ़ते हैं कि बाबुल के राजा नबूकदनेस्सर जो हैं, हमें जब परमेश्वर के लोगों ने प्रभु की उपस्थिति में परमेश्वर के स्थानों में जब प्रभु को घृणित कार्यों को किया, तो वे राजा नबूकदनेस्सर आकर लोगों को और साथ साथ आराधनालय के सारे वस्तुओं को अपने वश में करते हुए ले चले गए। അങ്ങനെയാണ് വിളക്ക് യെരുശലേമിൽ നിന്ന് ബാബേൽ സംസ്ഥാനത്തിലേക്ക് രാജാവിന്റെ മുറിയിൽ എത്തുവാനിടയായത്. और इस कारण से या इस तरह से यरूशलेम में जो आराधनालय में पाए हुए जो दीवट था वो बाबुल के राजा के कमरे में पहुंचने का कारण हुआ। അങ്ങനെ രാജാവിന്റെ മുറിയിൽ ഇത് കത്താതെ കിടക്കുകയാണ്. और ऐसे ये दीवट जो है राजा के कमरे में बिना जले ऐसी अवस्था में इसे हम पा रहे हैं। ഇത് പറയുന്നത് വിളക്കിന്റെ ചരിത്രമാണ് നമ്മൾ ചിന്തിച്ചത്. हम इतना देर जो है दीवट के बारे में जो इतिहास है वो कहां से आया और कहां पर है, इसके बारे में हमने अभी तक समझा है। അപ്പോ ഇതിനകത്ത് വിളക്ക് എന്ത് അർത്ഥമാക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. आमीन। दूसरी बात, हमें ये बात को समझना जरूरी है कि दीवट आमीन क्या अर्थ को वचन से हमें बताने के लिए कोशिश करता है। ഈ വിളക്ക് ദൈവസഭയെ കാണിക്കുന്നു. ये जो दीवट जो है वो परमेश्वर की कलीसिया को प्रभु का वचन हमें प्रकट करा कर देता है। ഈ വിളക്ക് ക്രിസ്തുവിന് നിഴലാണ്. और ये जो दीवट है वो यीशु मसीह का प्रतिबिंब है। इस प्रकार से हम वचन में पढ़ सकते हैं। ഈ വിളക്ക് സഭയാകുമ്പോൾ സഭയുടെ തല ക്രിസ്തുവാകുന്നു. और ये जो दीवट है वो कलीसिया है, तो वो कलीसिया का सिर जो है वो यीशु है। അപ്പോൾ ഒരു വിളക്ക് എന്ന് പറയുന്നത് ക്രിസ്തു, ആ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടു വരുന്നതായ സഭ. और उसका अर्थ इतना ही है कि एक जो दीवट है वो मसीह है, तो वो मसीह में उस दीवट में से जो प्रकाश और प्रकट होने वाली जो बातें हैं वो कलीसिया है। इस प्रकार से हम वचन में सीख पाएंगे। ഒരു വിളക്കിനകത്ത് എന്തെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. एक दीवट के अंदर क्या कुछ बातों को हम देख पाते हैं। ഒരു വിളക്കിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതിനകത്ത് ഉള്ളതായ തിരിയുണ്ടായിരിക്കണം, എണ്ണയുണ്ടായിരിക്കണം, തീയുണ്ടായിരിക്കണം. एक दीवट तब पूरा रहता है जब उसके अंदर तिल्लियां होती हैं और उसके अंदर तेल होते हैं और उसके अंदर इत्यादि वस्तुएं पाई जाती हैं। ഒരു വിളക്കിനകത്ത് തിരിയും എണ്ണയും തീയും ഉണ്ടെങ്കിൽ മാത്രമേ ആ വിളക്കിന്റെ ഗുണം അല്ലെങ്കിൽ അതിന്റെ മഹത്വം പ്രകടമാകുവാൻ കഴിയത്തുള്ളൂ. एक
दीवट के अंदर, उसके अंदर तेल, उसके अंदर उसकी तिलियां और उसके अंदर उसकी आग रहे, तो वही आमीन वो दीवट जो है पूर्ण है, हम कह पाएंगे। അപ്പോൾ ഇതിന്റെ ഓരോന്നിനെ കുറിച്ചും ദൈവം അർത്ഥമാക്കിയിട്ടുണ്ട്. तो प्रभु का वचन में हम पढ़ते हैं कि उसमें से एक एक वस्तुएं जो उस दीवट के अंदर पाई जाती हैं, उसके अंदर से प्रभु कुछ अर्थ को हमें बता कर देता है। ഇതിനകത്ത് കാണുന്നതായ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. इसके अंदर पाए जाने वाला तेल जो है वो पवित्र आत्मा को संबोधित कराता है। ഇതിനകത്തെ തിരി എന്ന് പറയുന്നത് നാം ഓരോരുത്തരെയുമാണ് നിഴലാക്കുന്നത്. इसके अंदर की जो तिल्लियां हैं वे हम एक दूसरे को, प्रभु का वचन हमें संबोधित कराता है। അപ്പോൾ വിളക്കിനകത്ത് തിരിയുണ്ട്, എണ്ണയുണ്ട്. ഇതിനെ തമ്മിൽ കത്തിക്കുന്ന ഒരു തീ എന്ന് പറയുന്നത് അത് അഭിഷേകമാണ്, ദൈവശക്തിയാണ്. और परमेश्वर का आमीन वचन में हम जो पाते हैं, वो दीवट के अंदर जो तेल है, तिल्लियां हैं, और इसको जलाने वाला जो आग है, वो परमेश्वर की आत्मा का अभिषेक को दर्शाता है। അപ്പോൾ നമ്മിൽ ക്രിസ്തുവിന്റെ തേജസ്സിൻ്റെതായ ആ മഹത്വം വെളിപ്പെടുമ്പോൾ, നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വരുമ്പോൾ, നമ്മിൽ പ്രകടമാകുന്ന ദൈവശക്തി ഈ ലോകത്ത് നമുക്ക് വെളിച്ചം പകരുന്നതായി മാറും. तो परमेश्वर का वचन हमें इतना समझाता है कि हमारे अंदर जब परमेश्वर की महिमा और प्रभु का सामर्थ जब काम करता है, और हमारे अंदर जो अभिषेक आमीन प्रभु के आग के समान जब निकल आते हैं, उस अभिषेक के कारण प्रभु के कार्यों को हमारे जीवन से प्रकट होने में मदद करता है, और वो हम दुनिया को हमारे जीवन से दिखा सकते हैं। നാം ജീവിക്കുന്ന ഈ ലോകം പിശാചിന്റെ അധീനതയിൽ ഒരു അന്ധകാരത്തിന്റെ അനുഭവത്തിലാണ് നാം കഴിയുന്നത്. हम जिस संसार में जीते हैं, वे संसार ऊपर में जो शैतान है उसकी अधीनता में और उसकी अंधकार से भरी हुई अवस्थाओं में हम इस संसार में पड़े हुए हैं। ഈ അന്ധകാരങ്ങളിൽ നിന്ന് നമുക്ക് വെളിച്ചമായി ഉദിക്കണമെങ്കിൽ നമുക്ക് ദൈവിക ശക്തി ആവശ്യമാണ്, ക്രിസ്തുവിന്റെ ദർശനം ആവശ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. और इस अंधकार भरी दुनिया में हमें परमेश्वर की सामर्थ्य में उठ खड़ा होना है, तो हमें परमेश्वर के अभिषेक की आवश्यकता है। हमें परमेश्वर का दर्शन की आवश्यकता है, पवित्र आत्मा का सामर्थ्य की आवश्यकता हमारे अंदर है। അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മിൽ ഒരു പുതിയ അഭിഷേകത്തെ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. और तो परमेश्वर की आत्मा हमारे जीवन से यही इच्छा करता है कि हमारे अंदर एक नई अभिषेक को वो ढेल दे। നാം ദൈവസന്നിധി കത്തിത്തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന്റെ അന്ധകാരങ്ങൾ നമ്മുടെ മുൻപിൽ നിന്ന് വഴിമാറുവാനിടയാകും. हम जब परमेश्वर की उपस्थिति में जलने की अवस्थाओं में हम आमीन पाए जाए, तो हमारे आसपास में से अंधकार की अवस्थाएं आमीन कार्यों को हम दूर करा सकते हैं। നമ്മുടെ ജീവിതത്തിൻ്റെതായ വാഗ്ദത്തങ്ങളുടെ മുൻപിൽ, അനുഗ്രഹങ്ങളുടെ മുൻപിൽ, നന്മകളുടെ മുൻപിൽ, ഉയർച്ചകളുടെ മുൻപിൽ പിശാചാകുന്നവൻ വെച്ചിരിക്കുന്ന സകല ഇരുളിന്റെ അധികാരങ്ങളിൽ നിന്ന് ദൈവം ഒരു വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കണമെങ്കിൽ നമ്മളിൽ ഒരു ദൈവിക അഭിഷേകം ആവശ്യമാണ്. हमारे जीवन के अंदर से आमीन हमारे सामने पड़ने वाले जो अंधकार की अवस्थाएं हैं, उसे हमें उसमें से एक छुटकारा और उसमें से एक जय हमें लेना है। तो हमारे जीवन में परमेश्वर का वो सामर्थ और अभिषेक को हमें पाकर हमें अंधकार में से जय लेने वाली कार्यों को हमारे जीवन में से प्रकट कराकर हमें उसमें से आगे निकलना जरूरी है। ആ അഭിഷേകത്തിന്റെ ശക്തിയാണ് നമ്മെ ദൈവം ഹല്ലേലൂയ അഭിഷേകത്തിലേക്ക് നയിപ്പാനിടയാകുന്നത്. और यही अभिषेक और यही सामर्थ है जो हमें परमेश्वर के कार्यों को करने के लिए हमें अगुवाई देता है। പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഹല്ലേലൂയ വിളക്കുകൾ ദൈവം കത്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. आमीन। आज सुबह के समय में मैं आपसे कहना चाहता हूं कि आपके अंदर जो दीवट है उसे जलाने के लिए परमेश्वर इच्छा कर रहा है। നമുക്ക് ഇനിയും ഇതിനകത്ത് പഠിക്കുവാൻ കഴിയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഒരു വിളക്ക് കത്തണമെങ്കിൽ എണ്ണ ആവശ്യമാണെന്ന് നമ്മൾ പറയുന്നു.
आमीन। और आगे हम इसमें से सीख पाते हैं कि एक दीवट को जलना है तो उसके अंदर तेल की आवश्यकताएं हैं। പുറപ്പാട് പുസ്തകം 27-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് നാം പഠിക്കുമ്പോൾ निर्गमन के पुस्तक 27वें अध्याय उसके 20 वचन की ओर हम जाकर हम जब पढ़ेंगे, ദൈവത്തിന്റെ ജനം ആലയത്തിലേക്ക് യാഗത്തിനായി കടന്നു വരുമ്പോൾ അവർ വീട്ടിൽ നിന്നും എണ്ണ സ്വരൂപിച്ച് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവിടെ നമുക്ക് വായിക്കുന്നു. हमें परमेश्वर के वचन में हम इस बात को पढ़ते हैं कि परमेश्वर के लोग जब परमेश्वर की उपस्थिति में आराधना के लिए जब हम आते हैं तो वो अपने घरों से तेल लेकर प्रभु की उपस्थिति में आकर देना जरूरी है। ഇത് വീട്ടിനകത്ത് എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആലയത്തിലേക്ക് ഒരുവന് എണ്ണയുമായി വരുവാൻ കഴിയത്തുള്ളൂ. और ये उसके घर के अंदर यदि तेल रहे तो ही वे आराधनालय में तेल लेकर आ पाएंगे। ഈ എണ്ണ എന്തിനാണ്? ഇത് ആലയത്തിലെ നിലവിളക്കുകളെ കത്തിപ്പാൻ വേണ്ടി ജനത്തെ ഹല്ലേലൂയ പറയുകയാണ്, നിങ്ങൾ ആലയത്തിലേക്ക് വരുമ്പോൾ എണ്ണയുമായി വരണം. और ये तेल की आवश्यकता क्या है पूछा जाए तो आराधनालय में जो दीवट रखी हुई है उस दीवट को जलाने के लिए लोगों से विनती की जाती है कि तुम जब घरों से आते हैं तो तेल लेकर आना जरूरी है। ഈ എണ്ണ ഏതാണ്? ഇത് വലിയ ദൈവത്തിന്റെ ജനം ഭവനത്തിൽ ഇടിച്ചെടുത്ത് തെളിവുള്ളതായ ഒരു ഒലിവെണ്ണയായിരിക്കണമെന്ന് ദൈവവചനം പറയുന്നുണ്ട്. ये किस प्रकार का तेल है पूछा जाए तो परमेश्वर का वचन लोगों से इस प्रकार की आज्ञा देता है कि ये दीवट के लिए कूट के निकाला हुआ जैतून का निर्मल तेल है होना जरूरी है। എന്താണ് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്ന് പറയുന്നത്? आमीन। कूट कर निकाला हुआ निर्मल जैतून का तेल का अर्थ क्या है? ചരിത്രം പറയുന്നു, ഹല്ലേലൂയ, ഒലിവ് മരത്തിനകത്തുനിന്ന് ഹല്ലേലൂയ എടുക്കുന്നതായ എണ്ണ അത് ഇടിച്ചെടുക്കണം, അത് 11 പ്രാവശ്യം അരിക്കണം, അത് തെളിവുള്ളതായി എടുക്കണമെന്ന് വേദപുസ്തകം പറയുന്നു. और प्रभु का वचन और इतिहास इस प्रकार से कहता है कि जैतून के आमीन उसमें से निकालने वाले जो तेल है वो 11 बार उसे शुद्ध करना जरूरी है और उसे निर्मल कराकर आमीन बाहर ले आना जरूरी है। അത് വിളക്കുകളിൽ ആലയത്തിനകത്ത് കൊണ്ടു കൊടുക്കുന്ന എണ്ണയുടെ വിശുദ്ധിയുടെ ഹല്ലേലൂയ നിർമ്മലതയുടെ ഹല്ലേലൂയ പരിശുദ്ധിയുടെ ആ എണ്ണയെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ओ परमेश्वर की आराधनालय में ले जाने वाले जो तेल है उसके अंदर की आमीन पवित्रता और निर्मल अनुभव कितना ज्यादा है उसके बारे में यहाँ पर वचन हमें बताता है। ചരിത്രം പറയുന്നത് ഇത് 11 പ്രാവശ്യം അരിക്കണം. और इतिहास इस प्रकार कहता है कि इसे 11 बार उसको आमीन शुद्ध करने की उस प्रक्रिया में से ले जाना है। ഇതെന്താണ് നമ്മളോട് പറയുന്നത്? ये वचन हमसे क्या कहता है? നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ हम प्रभु की उपस्थिति में जब हम आते हैं 6 കോടതികൾ 11 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു തെറ്റും ചെയ്യാത്തവനെ നമുക്ക് വേണ്ടി പരമയാഗമായി തീർത്ത ആ ദൈവത്തിന്റെ കാൽവറി ക്രൂശിനാൽ നാം വിശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാവുള്ളൂ. आमीन। 6 कोर्ट कचहरी में आमीन 11 बार प्रभु यीशु मसीह को जब विस्तार के अनुभव में ले जाया गया और उसके जीवन में कोई भी प्रकार का गुनाह और कोई प्रकार का दोष ना पाया हुआ अनुभव में आमीन हमारे लिए एक आमीन बलिदान के समान उस क्रूस पर अपने जान को दिया हुआ यीशु मसीह के लहू से धुले हुए अवस्था में ही हम प्रभु की उपस्थिति में आना है। നാം എല്ലാവരും വിശുദ്ധരാണ്, നാം എല്ലാവരും ഹല്ലേലൂയ ആരാധിക്കുന്നവരാണ്, നാം എല്ലാവരും അഭിഷേകം നിറഞ്ഞവരാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എത്ര പേർ ആത്മാവിലുള്ള ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു? आमीन। हम सब लोग पवित्र लोग हैं, हम सब लोग आराधना करने वाले लोग हैं, हम लोग सब शुद्ध किए गए लोग हैं, लेकिन हम आमीन मैं आपसे एक सवाल पूछना चाहता हूं कि कितने लोग पवित्र आत्मा की आराधना करने के लिए अपने जीवन को प्रभु के हाथों में सौंपते हैं?
ദൈവമക്കളെ, നമുക്ക് ആത്മീയ ശുദ്ധീകരണം ഈ നാളുകളിൽ ആവശ്യമാണ്. परमेश्वर के प्रिय लोगों, हमारे जीवन में एक आत्मिक शुद्धिकरण की अवस्था इन दिनों में हमें बहुत जरूरी है। അത് യേശു ക്രിസ്തുവിനാലുള്ള രക്തത്താലുള്ള വീണ്ടെടുപ്പ് മൂലമാണ് നാം ശുദ്ധീകരിക്കപ്പെടേണ്ടത്. यीशु मसीह के लहू से हमारे जीवन में जो परमेश्वर ने हमें छुड़ाया है, उसी का एक शुद्धिकरण हमारे जीवन में आना जरूरी है। ഹല്ലേലൂയ. ഞാനൊരു ആത്മീയ വെളിപ്പാട് നിങ്ങളുമായി കൈമാറുവാൻ ഇടയാകട്ടെ. आमीन। एक आत्मिक आमीन प्रकाशन जो है आपके साथ बांटने के लिए प्रभु की आत्मा मुझे मदद करने पाए। ഈ വിളക്കിനകത്ത് തിരിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ये दीवट के अंदर बत्ती है, ये मैंने आपसे कहा। ഒരു നിലവിളക്കിനകത്ത് തിരി കിടക്കുന്നത് എണ്ണയ്ക്കകത്ത് മുങ്ങിക്കിടക്കുന്നു. और एक दीवट के अंदर जो बत्तियां हैं वो तेल के अंदर डूबी हुई अवस्था में रहता है। എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു തിരിയെ സംബന്ധിച്ച് അതങ്ങനെ തന്നെ നിലനിൽക്കും. और आमीन बत्ती जो है तेल में डूबी हुई अवस्थाओं में ऐसे ही हमेशा रहेगा। എന്നാൽ ആ തിരിക്കകത്ത് ഒരു തീ കത്തിക്കുന്നുവെങ്കിൽ ആ തിരിയുടെ അനുഭവങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ തുടങ്ങും. लेकिन वो बत्ती के अंदर एक आग जलाया जाएगा तो उस बत्ती के अंदर कई बदलाव को आप देख पाएंगे। എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു തിരിക്കകത്തേക്ക് തീ കത്തുമ്പോൾ ആ തിരി അതിനെ പ്രതികരിക്കുവാൻ തുടങ്ങുന്നത് നമുക്ക് കാണാം. आमीन। एक बत्ती जो तेल के अंदर डूबी हुई है, उसमें हम जब आग लगाते हैं तो उसके अंदर बहुत बड़ा एक बदलावट को आते हुए हम देख पाते हैं। എങ്ങനെയാണിത് പ്രതികരിക്കുന്നത്? ഹാലിയ ഈ തീ എണ്ണകളെ വലിച്ചെടുക്കുവാൻ തുടങ്ങും. और ये कैसे इसकी प्रतिक्रिया करते हैं पूछा जाए तो ये बत्ती जो है, ये जो अंदर तेल जो डाली गई है उसे खींचकर लेने वाली अवस्थाओं में हम पाएंगे। നാം ദൈവശക്തിയിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കത്തുള്ളൂ. हम परमेश्वर की उपस्थिति में प्रभु के सामर्थ्य से भरे जाने के अनुभव में ही हमारे अंदर पवित्र आत्मा का वो भरपूरी हमारे जीवन में होता रहेगा। നമുക്കൊരു ദൈവിക ശക്തിയും അതിനൊപ്പുറമായി പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയും ഈ കാലയളവിൽ ആവശ്യമാണ് നമുക്ക്. प्रिय लोगों, हमारे अंदर एक परमेश्वर का सामर्थ और उसके साथ साथ वो परमेश्वर की आत्मा की आमीन एक भरपूरी की अवस्था इन दिनों में, इन समयों में हमारे जीवन में होना बहुत जरूरी है। ദൈവം നോക്കുന്നത് നാം എത്ര ആരാധിച്ചു, എത്രത്തോളം നമ്മൾ പ്രാർത്ഥിച്ചു, നാം എത്ര സമയങ്ങൾ ദൈവസന്നിധിയിൽ നിന്നു എന്നുള്ളതല്ല. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിരന്തരമായി നാം ആലയത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കായി മാറണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. आमीन। प्रभु हमें जब देखता है तो हमने कितना आराधना किया, हमने कितना स्तुति के गीतों को गाए हैं, हमने कितना अन्य भाषाओं में बातें किए हैं। इन सब से भी बढ़कर प्रभु हमसे ये आग्रह करता है कि हम वो दीवट के समान निरंतर परमेश्वर की आराधनालय में जलते रहने की अवस्थाएं और दूसरों के अंदर के अंधकार को मिटाकर ज्योति प्रदान करने की अवस्था में आमीन रहने के लिए वो इच्छा करता है। ഞാൻ മുമ്പേ പറഞ്ഞു, ഹല്ലേലൂയ, ജനത്തോട് അവരവരുടെ ഭവനങ്ങളിൽ എണ്ണ ഹല്ലേലൂയ ഹല്ലേലൂയ ഉണ്ടാക്കുവാൻ ദൈവത്തിന്റെ ദാസൻ പുരോഹിതന്മാർ ജനത്തോട് പറയുമായിരുന്നു. आमीन। हम आमीन इस प्रकार से हमने देखा है कि परमेश्वर की प्रजा से प्रभु का वचन इस प्रकार से कहते हैं कि वे अपने अपने घरों में तेल कूट कर निकाल कर वे आराधनालय में ले आना आवश्यक था। നാം ഭവനത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുവാനിടയാകണം. आमीन। हम अपने घर में तेल उत्पन्न करने वाला हमें बनना है। എങ്ങനെയാണ് നാം ഹല്ലേലൂയ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്? कैसे हम अपने घरों में तेल का उत्पन्न करा सकते हैं? ദൈവം നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള
അല്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥന, വചനധ്യാനം, ഇവയൊക്കെ കൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിലേക്ക് നാം കടന്നു വരുവാനുള്ള എണ്ണ ഉരുവായിത്തീരുന്നത്. आमेन। हमारे व्यक्तिगत जीवन की प्रार्थना, हमारे व्यक्तिगत जीवन में जो वचन का ध्यान है, और इन्हीं कारणों से हमारे अंदर परमेश्वर का उपस्थिति में हम जब आते हैं तो पर्याप्त रीति में वो तेल हमारे जीवन में हम उत्पन्न करा सकते हैं। നാം ദൈവസന്നിധിയിൽ രഹസ്യ പ്രാർത്ഥനയിലും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ യഥാർത്ഥമായ ഒരു ബന്ധം പുലർത്തുന്നവരാണെങ്കിൽ നിശ്ചയമായി നമ്മളിൽ ആത്മാവിന്റെ നിറവ് ഭവനത്തിന്റെ ഉള്ളറകളിലും നമ്മളുടെ മേൽ ദൈവം നിറച്ചുകൊണ്ടിരിക്കും. ആ നിറവാണ് നമ്മുടെ ജീവിതത്തിന്റെ ആലയങ്ങളിൽ കത്തുവാൻ ദൈവം ഉപകരിക്കുവാനിടയാകുന്നത്. हम यदि हमारे व्यक्तिगत जीवन में निरंतर रीति से प्रार्थना करने के अनुभव और परमेश्वर के साथ समय बिताने के अनुभव और वचन ध्यान करने के अनुभव में हम रहेंगे, तो निरंतर रीति से परमेश्वर अपनी पवित्र आत्मा से हमें भरता हुआ अनुभव में आएगा। और ये अनुभव जो है, हम जब आराधनालयों में आते हैं, हमारे जीवन से वो प्रकट हो जाता है और अनेकों के लिए एक आशीष का कारण ठहरता है। എപ്പോഴും പരിശുദ്ധാത്മാവിൻ നിറവുള്ളവരായി നിങ്ങൾ ആയിത്തീരുവാൻ ഞാൻ നിങ്ങളോട് ഈ വചനത്തിലൂടെ പറയുന്നത്, നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥനയിലും നിരന്തരമായി നിങ്ങൾ വചനധ്യാനത്തിലും ഏകാന്തതയിൽ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും അടുപ്പാനുള്ള തീരുമാനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ നിരന്തരമായി കത്തുവാനിടയായിത്തീരും. आमीन आमीन। मैं आपसे इस प्रकार से कहना चाहूंगा कि आप निरंतर रीति से आपके व्यक्तिगत प्रार्थना और परमेश्वर की उपस्थिति में जो वचन ध्यान करने के अनुभव है, और ऐसे निरंतर आप जब अपने जीवन में करते रहेंगे तो परमेश्वर की सामर्थ और परमेश्वर की पवित्र आत्मा का वो उपस्थिति आपके जीवन में आप दिन प्रतिदिन महसूस कर पाएंगे। और उसके बदौलत आप जो है प्रभु की उपस्थिति में आराधना करने के लिए आते हैं, तो आग की अवस्था में आप अपने जीवन में अपने आप को देख पाएंगे। നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ എണ്ണ കുറഞ്ഞു പോകാതിരിപ്പാൻ ഞാൻ നിരന്തരമായി എണ്ണ വർദ്ധിപ്പിക്കുന്ന നിലയിൽ എന്റെ ജീവിതത്തെ ഞാൻ ക്രമപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു. हम अपने अंदर एक प्रकार से एक निर्णय लेंगे कि प्रभु, मेरे जीवन में वो तेल कभी भी कम ना हो जाए। इसी के लिए मैं अपने जीवन को समर्पित करता हूं कि निरंतर रीति से, नियमित रीति से मेरे जीवन में वो तेल का उत्पन्न होने का अनुभव मेरे अंदर हमेशा पाए जाए। ഒരിക്കലും എണ്ണ കുറഞ്ഞു പോകുവാൻ ഞാൻ ഇടയാകാതെ വണ്ണം എന്റെ ജീവിതത്തെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേര് പറയുവാൻ കഴിയും? कितने लोग अपने जीवन से इस प्रकार से कहने के लिए आमीन तैयार होंगे कि प्रभु, मेरे जीवन में कभी भी वो तेल के अनुभव कम ना होने पाए। ആത്മാവിൽ നിറഞ്ഞ നിങ്ങളോട് ഞാൻ രണ്ടാമതായി പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു തിരി പോലുണ്ടെങ്കിൽ, ഒരു തീ അതിനെ കത്തുമ്പോൾ എണ്ണ വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങൾ ആത്മാവിനെ സ്വീകരിപ്പാനും അതിനകത്ത് പ്രതികരിപ്പാനും ഇടയായി തീരത്തക്കവണ്ണം ഒരു ദൈവീകമായ തേജസ്സിനാൽ നിങ്ങൾ നിറയപ്പെടുവാനിടയാകണം. आत्मा में वो तेल के अनुभव को आप अनुभव करने वाले लोग हैं, तो मैं आपसे इस प्रकार से कहूंगा कि आप अपने जीवन में एक भी समय कभी भी वो आपके उस बत्तियों में से या दीवट में से वो तेल कम ना होने के अनुभव में, कभी भी आपके अंदर से वो आग बंद ना होने के अनुभव में आप अपने जीवन को ले चलना है। ऐसे अनुभव में आपको आगे बढ़ना है। സെക്കറിയ പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 12 മുതൽ ഉള്ള വേദഭാഗം നാം പഠിക്കുമ്പോൾ ഒലിവ് മരത്തിനകത്തുനിന്ന് എണ്ണ ഒഴുകി വരുന്ന ആ ഒഴുക്കിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. जकरिया की पुस्तक उसके 4 अध्याय उसके 12वें आयत से हम जब पढ़ते हैं तो वहां पर ये बात को देखते हैं कि जैतून की डालियों में से बहकर आने वाले उस तेल के अनुभव के बारे में हम पाते हैं। അവിടെ കാണുന്നത് ഉഷ്ണം തട്ടുമ്പോൾ
ഹല്ലേലൂയ അത് ഒലിവുമരം അതിന്റെ ഹല്ലേലൂയ തോല് ഉണങ്ങുവാനിടയാകും. ഉണങ്ങുമ്പോൾ ഹല്ലേലൂയ അതിനകത്തുനിന്ന് എണ്ണ പുറത്തേക്ക് ഒഴുകും. അത് ഹല്ലേലൂയ കൊമ്പിൽ നിന്ന് ഹല്ലേലൂയ ആ ഹല്ലേലൂയ തൈലം ഒഴുകി ഹല്ലേലൂയ അതേ ദീപത്തിലേക്ക് വിളക്കിലേക്ക് വന്ന് പതിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. आमीन। वहां पर इस प्रकार से हम पढ़ते हैं कि जब धूप उसकी डालियों पर लगती है तो वे सूख कर उसमें से जो तेल है वे उन डालियों से बहने लगते हैं, और उन डालियों से बहने वाली ये जो सुनहरे तेल है, जो जैतून के तेल के रूप में हम देखते हैं, ये बहकर उस दीवट के ऊपर पड़कर उसमें एक आग की अनुभव, एक रोशनी के अनुभव में हम उसे देखते हैं। അത് നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയേറിയതും നല്ല വാസനയുള്ളതുമാണ് ഒരു മരത്തിനകത്തുനിന്ന് എണ്ണ പുറത്തേക്ക് വരുന്നത്. आमीन। यहाँ पर हम उसे देखेंगे तो वे देखने में, दृश्य में बहुत सुंदर है, और उसका महक बहुत अच्छा है, और ये बहने वाली अनुभव के आमीन प्रत्येक अनुभव यह है। ഇത് ഉഷ്ണം തട്ടുമ്പോഴാണ് വെളിപ്പെടുവാനിടയാകുന്നത്. और उसके ऊपर जब धूप लगती है तब ये वहां पर प्रकट होने लगता है। ഇതെന്താണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്? इसके अंदर से हमें क्या अपने जीवन में हम समझ पाएंगे, देख पाएंगे? ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പ്രൈസലോ അവിടെ ഉഷ്ണം തട്ടുമ്പോഴാണ് ആ എണ്ണ പുറത്തേക്ക് വരുവാനിടയാകുന്നത്. यहाँ पर हम ये बात को देखते हैं कि जब उस डालियों में जब धूप की अवस्थाएं पड़ती हैं तब उसमें से तेल बाहर निकलने लगता है। നമ്മുടെ ജീവിതത്തിൻ്റെതായ ചൂടേറിയ മരുഭൂമിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിൽ നാം കടന്നു പോകുമ്പോൾ അത്യന്തമായ ഒരു ദൈവിക അഭിഷേകം അതിലൂടെ നമ്മളിൽ നിറവായി വെളിപ്പെടുമെന്ന് ദൈവസന്നിധി നാം അറിയുക. आमीन। ये बात को हमें जानना जरूरी है कि हमारे जीवन में उस मरुभूमि के तपने वाली धूप की अनुभवों में से जब हम आमीन गुजरते हैं तो परमेश्वर की आत्मा का सामर्थ्य उस आग के समान, उस तेल के समान हमारे जीवन में उत्पन्न होने वाला एक व्यक्ति हमें अपने जीवन में बनना जरूरी है। നിന്റെ ജീവിതത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാനല്ല, മറിച്ച് നിന്നെ അടുത്തൊരു അഭിഷേകത്തിന്റെ ശക്തിയിൽ നിന്നെ പിടിച്ചു കയറ്റുവാനുള്ളതാണെന്ന് ഇന്ന് പകലിൽ നീ അറിഞ്ഞുകൊള്ളട്ടെ. आमीन। आपके जीवन में आप सामना करने वाले प्रतिकूल अवस्थाएं में जो है, आपको ये सारी परिस्थिति आपको गिराने के लिए, आपको दबाने के लिए नहीं है, परंतु आपको एक नया अभिषेक देकर और सामर्थ्य के साथ दृढ़ खड़ा करने के लिए है। इन बातों को आप अपने जीवन में जान लेना है। പ്രതിസന്ധികളിൽ അത്യന്തമായ ദൈവശക്തി ഏറ്റെടുക്കുമ്പോൾ അത് ദേശത്തിനകത്ത് വലിയൊരു സാക്ഷ്യമായി തീരുവാനിടയായി തീരും. आप अपने प्रतिकूल अवस्थाओं में परमेश्वर की उस अत्यंत सामर्थ्य को आप अपने जीवन में जब अनुभव करते हैं तो आप जिस स्थान में रहते हैं वहां पर आप परमेश्वर के लिए एक बड़े गवाह के रूप में बदल जाएंगे। ഈ വചനത്തിന്റെ ചിന്ത നമ്മെ പഠിപ്പിക്കുന്നത് സഭ ദേശത്ത് സാക്ഷ്യം വഹിക്കണമെന്നുള്ളതായ ആ ദൈവിക വെളിപ്പാടാണ് നമുക്ക് പകർന്നു തരുന്നത്. ये वचन हमें ये बात को समझाता है कि कलीसिया जो है अपने देश में, अपने स्थानों में परमेश्वर के लिए एक बड़े गवाही के रूप में खड़ा रहना है, और इन बातों को ये वचन हमें सिखाता है। വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് രാത്രിയിൽ പകലിൽ ദൈവിക അഭിഷേകം പ്രാപിച്ച പ്രതിസന്ധികളിൽ നിന്ന് ജയിച്ചു കയറുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദേശത്ത് നീ ഒരു സാക്ഷ്യമായി തീരും. ദേശത്ത് നീ ഒരു വാസന, ക്രിസ്തുവിന്റെ വാസന വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമായി തീരും. നിന്നെ ദൈവം അതിലൂടെ ഒരു ഉന്നതിയിലേക്ക് ദൈവം നടത്തുവാനിടയായി തീരും.
आमीन। परमेश्वर का वचन में हम देखते हैं कि प्रभु का वचन ये बात को हमें बताता है कि जिन्होंने उसकी ओर दृष्टि की उनका मुंह कभी काला ना होने पाया। आमीन। उसी प्रकार परमेश्वर की उपस्थिति में आप आमीन मुश्किलों को और विरोध को जब अपने जीवन में सामना करते हैं तो परमेश्वर की आत्मा के सामर्थ्य से भरे जाकर आप आमीन आपके आस पड़ोस के लिए, आप अपने आमीन क्षेत्र में, आपकी कलीसिया के लिए एक सुगंध के समान अनेकों को अच्छा महक देने वाली अनुभव में आप बदल पाएंगे। ऐसे प्रभु का वचन हमें सिखाता है। അപ്പോൾ നമുക്ക് ഈ വായിച്ച ചിന്തിച്ച വേദഭാഗത്തിലൂടെ നമുക്ക് അർത്ഥമാക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. आमीन। तो हमने पढ़े हुए वचन में से आपको आमीन में आमीन एक बात को समझाना चाहता हूं कि किस प्रकार से प्रभु का वचन हमारे जीवन से क्या आग्रह करता है। ഒരു സഭ, അതിന്റെ തല ക്രിസ്തു, അല്ലെ അതിന്റെ ശരീരം സഭ, അതിന്റെ ഹല്ലേലൂയ വിളക്കിന്റെ തിരി എന്ന് പറയുന്ന വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളാകുന്ന നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയിൽ വരുന്നതായ നാം ഏവരും എന്നും നിലനിന്ന് കത്തുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. एक कलीसिया और कलीसिया का जो सिर है उसकी आमीन यीशु मसीह है, तो उसकी जो आमीन अंग के रूप में हम एक एक कर प्रभु की उपस्थिति में बत्तियों के समान जलने वाली अवस्थाओं में हमें अपने जीवन में रहना है। तो कलीसिया का कर्तव्य है, या हमारी कर्तव्य यह है कि हम प्रतिदिन उस शुद्धिकरण की अवस्था में जाकर आमीन परमेश्वर के लिए आमीन हमारे देश में एक बड़े कार्यों को हमारे जीवन से करना, यही परमेश्वर हमारे जीवन से आग्रह करता है। എന്നാൽ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ജനം പാപത്തിന് അടിമപ്പെട്ട് കിടന്നതുകൊണ്ട് ശത്രു അപകരിച്ച ഈ നിരന്തരമായി കത്തേണ്ട വിളക്ക് തന്റെ മുറിയിൽ കെട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. लेकिन डैनियल नबी की पुस्तक में बात को देखते हैं कि परमेश्वर के लोग जो हैं जब पाप में और पाप की अधीनता में जब डूबे हुए थे तो निरंतर रूप से प्रभु की उपस्थिति में जो दीवट जलना जरूरी था, अब बिना जलने की अवस्था में राजा के कमरे में वो पाया जाता है। ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി നിറഞ്ഞ് കത്തി ശോഭിക്കേണ്ട ചിലരെ കത്താതെ വണ്ണം ഈ ലോകത്തിന്റെ ശക്തികൾ പിടിച്ചു കെട്ടുന്ന, ഒരിക്കലും കത്തരുതെന്ന് പറഞ്ഞ് കെടാതെ കെടുത്തിയതായ അനുഭവങ്ങളിൽ നിങ്ങളെ കത്തിക്കുവാൻ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. आमीन। मैं आज यहाँ पर बैठे हुए कई लोगों से प्रभु की आत्मा में भविष्यवाणी करना चाहता हूँ कि आमीन कई लोग जो परमेश्वर के लिए अच्छे आमीन ज्योति के अनुभव में, प्रकाश देने वाले अनुभव में रहना चाहिए था, लेकिन कई कारण से शैतान उन्हें आमीन पकड़कर बांध कर उनके अंदर से वो जलने वाली अवस्थाओं से उन्हें हटाकर रखने की आमीन परिस्थिति में हम पाए जाते हैं। लेकिन परमेश्वर हमारे जीवन से इच्छा करता है कि फिर से वे हमारे जीवन को जलाए और अनेकों के लिए छुटकारे का और आश्वासन का कारण हमें बनाए। എത്ര പേർ പ്രാർത്ഥിക്കുന്നു, കർത്താവേ എന്റെ ജീവിതത്തിൻ്റെതായ മേഖലകളിൽ കർത്താവിനെ ഒന്ന് കത്തിക്കണമേ, നിന്റെ ആത്മാവിനാൽ ഒന്ന് നിറയ്ക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്? कितने लोग आज प्रार्थना करने के लिए तैयार होंगे कि परमेश्वर मेरे जीवन में आत्मा से मुझे जलने वाली एक अनुभव में फिर से ले आए। ऐसे आमीन प्रार्थना कितने लोग करेंगे? ഇന്ന് പകലിൽ നിങ്ങളെ കത്തിക്കുന്ന ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവ് നിങ്ങളെ കത്തുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോൾ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ, ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്നലകളിൽ പോലും വെളിപ്പെടാത്തതായ ചില നന്മകള്, ചില വാഗ്ദത്തങ്ങള്, ചില അനുഗ്രഹങ്ങള് ഇരുളിന്റെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചമായി ഉദിക്കുവാൻ പോകുകയാണെന്ന് ഞാൻ ആത്മാവിൽ ദൈവവചനത്തിലൂടെ നിങ്ങളോട് പ്രവചിക്കുകയാണ്.
आमीन। परमेश्वर की आत्मा में मैं आपसे कहता हूं कि कल तक आप ना जलने वाली अवस्था में आप पाए जाते हैं, लेकिन जब परमेश्वर की आग जब आपके जीवन में काम करेंगे तो कल तक जो अनुभव नहीं था उससे भी अत्यंत बेहतर अनुभव में परमेश्वर आपको ले जाएगा, और अनेकों के लिए आप आमीन एक आग के गोले के समान रहकर अनेकों के जीवन में आमीन इस प्रकार के अनुभव देने के लिए प्रभु आपको उपयोग करेगा। പ്രതികൂലങ്ങൾ നിങ്ങളെ തകർക്കാതെ, പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കാതെ, ആത്മാവിൽ നിങ്ങൾ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ആത്മാവിൽ ബലം ധരിച്ചുകൊണ്ട് മുന്നേറുവാൻ എത്ര പേർ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, ആ ദൈവികമായ പദ്ധതി പ്രകാരം നിങ്ങളെ ദൈവരാജ്യത്തിന് വേണ്ടി ശക്തമായി ഉയർത്തുവാനിടയാകത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ നിറയുന്നു. आमीन। प्रतिकूल अवस्थाएं आपको आमीन कभी हरा ना सके, आपको कभी गिरा ना सके, इसलिए प्रभु की सामर्थ्य में भरकर, परमेश्वर की आत्मा में भरकर आप में से कितने लोग इच्छा करेंगे कि परमेश्वर मेरे जीवन में आपकी वो सामर्थ्य को आप मुझे उंडेल दे, ताकि मैं आपके लिए एक आग के समान जलने वाली एक अनुभव में मैं रह सकूं। വചനത്തിലൂടെ ഞാൻ പറയുന്നു, നിങ്ങളെ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറാൻ പോകുകയാ, നിങ്ങളുടെ അവസ്ഥകൾ മാറാൻ പോകുകയാ, നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാ, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ പോകുകയാ, നിങ്ങളുടെ അനുഭവങ്ങൾ അഭിവൃദ്ധിയിലേക്ക് വെളിപ്പെടാൻ പോകുകയാ. അത് ഏറ്റെടുക്കുന്ന ദൈവങ്ങൾ നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. आमीन। प्रभु का वचन इस प्रकार से कहता है कि आप जिस परिस्थिति में हैं, आमीन, आप जिस अवस्था में हैं, आमीन, परमेश्वर की आत्मा आपको बदलने जा रहा है। आपके अंदर से जो आमीन कष्ट दुख के अनुभव को परमेश्वर हटाकर आमीन बड़े सामर्थ्य के साथ परमेश्वर के लिए खड़ा रहने के लिए प्रभु आने वाले समयों में आपको उपयोग करेगा। कितने लोग वचन को अपने जीवन में स्वीकार करते हैं और प्रभु को धन्यवाद करने का आमीन इच्छा और आग्रह करेंगे। വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ അങ്ങ് കത്തിക്കണമേ, എൻ്റെ ജീവിതത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിൽ ഒന്ന് നിറയ്ക്കണമേ എന്ന് ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. हम वचन के सामने अपने आप को समर्पण करेंगे, परमेश्वर से कहेंगे, हे प्रभु मेरे जीवन को फिर से जलाए। आमीन। वो आत्मा के सामने, वो पवित्र आत्मा के हाथों में अपने जीवन को हम समर्पित करते हुए इस प्रकार से हम प्रार्थना करेंगे। ദൈവം ഹല്ലേലൂയ തന്റെ ആലയത്തിനകത്ത് വെളിപ്പെട്ടതായ ഉപകരണങ്ങൾ കെട്ടുകൊണ്ട് ബെഡ്സൈഡ്സിന്റെ മുറിയിലിരിക്കുമ്പോൾ അതിനെ ദൈവം വെളിപ്പെടുത്തി പുറത്തിറക്കുവാൻ ദൈവം ഇച്ഛിച്ചെങ്കിൽ, നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, പിശാച് നിങ്ങളെ അടക്കി ഭരിച്ച് നിങ്ങളെ ഒതുക്കി വെച്ച മേഖലകളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തുകൊണ്ട് വീണ്ടും പ്രകാശത്തോടെ ശോഭിക്കത്തക്കവണ്ണം നിങ്ങൾ ദൈവരാജ്യത്തിനു വേണ്ടി മഹത്വമായി വെളിപ്പെടുത്തുവാൻ നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. आमीन। परमेश्वर का वचन इस प्रकार से हमें कहता है कि जो परमेश्वर की आराधनालय में जलने वाली दीवट जो था नबूकदनेस्सर के घर में बिना जलने की अवस्था में जो पड़ा हुआ है, लेकिन परमेश्वर ने वहां पर एक इच्छा प्रकट करता है कि आमीन ये जो दीवट है आमीन इस प्रकार बंद रहने के लिए नहीं, परंतु बाहर ले जाकर उसे फिर से उस जलने की अवस्था में उसको ले जाए। उसी प्रकार से प्रभु आपके और मेरे जीवन में इस प्रकार से इच्छा करता है कि हमारे अंदर से आमीन फिर से वो जलन की अवस्था में, वो प्रभु के लिए कार्य करने की अवस्था में हम आ जाएं और प्रभु के लिए, प्रभु के कार्यों में हम फिर से बड़े बढ़ चढ़कर कार्यों में आ जाए। ये प्रभु से आमीन हमारी इच्छा है, प्रार्थना है। मैं आपके लिए प्रार्थना करना चाहता हूं। ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. मैं अब आपके लिए प्रार्थना करता हूं। കർത്താവ് ഈ ജനത്തെ ഒന്നിച്ച് ദൈവം അനുഗ്രഹിക്കണമേ. परमेश्वर इन सारे लोगों को एक साथ आप आशीषित करना। ദൈവരാജ്യത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി കത്തിശോഭിക്കത്തക്കവണ്ണം ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. परमेश्वर के राज्य के लिए एक भरपूरी की अवस्था में जलकर परमेश्वर के लिए बड़े कार्यों को करने के लिए पवित्र आत्मा आप इन सबको मदद करना।
ഈ ലോകത്തിൻ്റെതായ സകല അന്ധകാരത്തിന്റെ അധികാരങ്ങളിൽ നിന്ന് ഒരു വലിയ ജയത്തിലേക്ക് ദൈവം നയിപ്പാൻ ദൈവം കർത്താവെ തന്റെ ജനത്തെ ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. इस दुनिया के अंधकार के अनुभव में से हमारे लोगों को परमेश्वर एक बड़े आग के अनुभव में, आपके लिए जलते हुए अनुभव में रहने के लिए परमेश्वर सबको आप सहायता करे, और इसी के लिए हम सबको आशीष देकर प्रार्थना करते हैं. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു, കൃപയോടെ കേട്ടുത്തരമരുളണമേ. यीशु मसीह के नाम से दया से हमारी प्रार्थनाओं को सुन और उत्तर दे प्रभु. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷിപ്പാൻ സമയം തന്ന ദൈവദാസനോടും ഇതിന്റെ ഹല്ലേലൂയ നേതൃത്വം കൊടുക്കുന്ന വാത്സല്യ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യാൽ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച കർത്താവിന്റെ എല്ലാ വിശ്വാസികളും പ്രത്യാൽ പ്രിയ തോമസ് പാസ്റ്ററിന്റെ വൈഫായിരിക്കുന്ന ആൻറ്റി ഉണ്ടല്ലോ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്തും നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മപ്പെടുത്തുന്നു.